അമേരിക്കൻ നാവികസേനയുടെ ആക്രമണത്തിൽ തകർന്ന ഇറാനിയൻ യുദ്ധക്കപ്പലായ IRIS ധേനയ്ക്ക് ആക്രമണം മുൻകൂട്ടി കണ്ട് ഇന്ത്യ സുരക്ഷിത താവളം വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് സൂചന. ഈ വാഗ്ദാനം സ്വീകരിക്കും മുൻപ് ശ്രീലങ്കൻ തീരത്തിനടുത്ത് വച്ച് അമേരിക്കൻ അന്തർവാഹിനി കപ്പലിനെ ആക്രമിച്ചു തകർത്തു. മറ്റൊരു ഇറാനിയൻ കപ്പലായ IRIS ലാവൻ സാങ്കേതിക തകരാറുകൾ മൂലം കൊച്ചിയിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നടന്ന നാവികാഭ്യാസത്തിൽ പങ്കെടുത്തു മടങ്ങിയ ഇറാനിയൻ യുദ്ധക്കപ്പലിന് സുരക്ഷിത താവളം വാഗ്ദാനം ചെയ്തിരുന്നതായി ദി ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. വിശാഖപട്ടണത്ത് നടന്ന അന്താരാഷ്ട്ര കപ്പൽ പ്രദർശനത്തിലും മിലാൻ 2026 നാവികാഭ്യാസത്തിലും പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്ന കപ്പൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇന്ത്യ ഈ നീക്കം നടത്തിയത്. രാജ്യത്തെ ഏതെങ്കിലും തുറമുഖത്തേക്ക് എത്താനാണ് IRIS ധേനയോട് ഇന്ത്യ ആവശ്യപ്പെട്ടത്. എന്നാൽ മാർച്ച് 4 പുലർച്ചെ അമേരിക്കയുടെ ആക്രമണത്തിൽ യുദ്ധക്കപ്പൽ തകരുകയായിരുന്നു. അതേസമയം ശ്രീലങ്കൻ തീരത്ത് US അന്തർവാഹിനിയുടെ ടോർപിഡോ ആക്രമണത്തിൽ തകർന്ന ഇറാന്റെ യുദ്ധക്കപ്പലിൽ നിന്ന് അപായ സന്ദേശം ലഭിച്ചിരുന്നുവെന്നും രക്ഷാപ്രവർത്തനം നടത്തിയെന്നും ഇന്ത്യൻ നാവികസേന വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് നാവികസേന പ്രസ്താവന ഇറക്കി. കപ്പൽ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചില്ലെന്ന ആരോപണങ്ങൾക്കിടയിലാണ് നാവികസേനയുടെ വിശദീകരണക്കുറിപ്പ്. കൊളംബോയിലെ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിലാണ് അപായ സന്ദേശം കിട്ടിയത്. ശ്രീലങ്കയിലെ ഖാലെ തുറമുഖത്ത് 20 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇറാന്റെ IRIS ധേന യുദ്ധക്കപ്പലുണ്ടായിരുന്നത്. ലങ്കയുടെ ഉത്തരവാദിത്തമുള്ള പ്രത്യേകാധികാര മേഖലയിലായിരുന്നു കപ്പൽ. ഇന്ത്യൻ നാവികസേനയ്ക്ക് സന്ദേശം ലഭിച്ചയുടൻ രക്ഷാപ്രവർത്തനം തുടങ്ങി. നാവികസേനയുടെ ലോങ് റേഞ്ച് പട്രോൾ എയർക്രാഫ്റ്റിനെ മേഖലയിലേക്ക് അയച്ചു. ലൈഫ് റാഡ്സുകൾ അടങ്ങിയ മറ്റൊരു എയർക്രാഫ്റ്റിനെ സജ്ജമാക്കി വെച്ചു. മേഖലയിലുണ്ടായിരുന്ന INS തരംഗിണി കപ്പലിനെ രക്ഷാപ്രവർത്തനത്തിന് നിയോഗിച്ചു. കൂടാതെ കൊച്ചിയിൽ നിന്ന് INS ഇഷക് കപ്പലിനെയും എത്തിച്ചു. ഇത് മേഖലയിൽ തുടർന്ന് കാണാതായവർക്കായി രക്ഷാപ്രവർത്തനത്തിലേർപ്പെടുകയാണെന്നും നാവികസേന അറിയിച്ചു. അമേരിക്കൻ നാവികസേനയുടെ ആക്രമണത്തിൽ തകർന്ന കപ്പലിൽ 180ഓളം ഇറാനിയൻ സൈനികരാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ 32 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷിച്ചു. 87 നാവികരുടെ മൃതദേഹങ്ങൾ ലങ്കൻ നാവികസേന കണ്ടെത്തി ഖാലയിലെ ആശുപത്രിയിൽ എത്തിച്ചു. അവശേഷിക്കുന്ന 60ഓളം നാവികരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ശ്രീലങ്കൻ നാവികസേന രക്ഷപ്പെടുത്തിയ 32 നാവികരെ ഇറാനിലേക്ക് തിരിച്ചയക്കരുതെന്ന് ലങ്കൻ സർക്കാരിനോട് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. IRIS ധേനയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഇറാനിയൻ നാവികരെ സ്വന്തം നാട്ടിലേക്ക് അയക്കരുതെന്നാണ് US-ന്റെ ആവശ്യം. ഇവരുടെ സുരക്ഷ പരിഗണിച്ചാണ് തീരുമാനമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ഇവർക്ക് മതിയായ സംരക്ഷണം ഉറപ്പാക്കണമെന്നും അമേരിക്ക അറിയിച്ചതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അറബിക്കടലിൽ നടന്ന ആക്രമണത്തിൽ തകർന്ന കപ്പലിലുണ്ടായിരുന്ന ഇറാൻ നാവികരെ ശ്രീലങ്കൻ നാവികസേനയാണ് രക്ഷപ്പെടുത്തിയത്. ഇവരെ ഉടൻ ഇറാനിലേക്ക് അയക്കുന്നത് അവരുടെ ജീവന് ഭീഷണിയാകുമെന്ന് മനുഷ്യാവകാശ സംഘടനകളും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര പോരാട്ടം മുറുകുന്നതിനിടയിലാണ് ഈ പുതിയ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നയതന്ത്ര പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാനുമായുള്ള ബന്ധം നിലനിർത്തുന്നതിനൊപ്പം തന്നെ അമേരിക്കയുടെ നിർദ്ദേശങ്ങളെ തള്ളിക്കളയുന്നതും ശ്രീലങ്കയ്ക്ക് വെല്ലുവിളിയാണ്.